സംയമനത്തെ പരീക്ഷിക്കരുതാ. എന്റെ പൊന്നു കോയ, ഞാൻ 4 കെട്ടിയത് എങ്ങനെയാണ്? ഞാൻ 4 കെട്ടിയത് ഒരു ഭാര്യയെ കെട്ടുന്നു, അത് ഒഴിവാക്കുന്നു, അടുത്തത് കെട്ടുന്നു. അത് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ മുഹമ്മദ് നബി ചെയ്ത മാതിരി ഇതേപോലെ 4 എണ്ണത്തിനെ കൊണ്ട് നടക്കുന്നു, 11 എണ്ണത്തിനെ കൊണ്ട് നടക്കുന്നു, പിന്നെ വെപ്പാട്ടികളെ കൊണ്ട് നടക്കുന്നു, പിന്നെ ശരീരം ദാനം ചെയ്തവരെ കൊണ്ട് നടക്കണം. അതും പോരാതെ അവിടെ തോട്ടത്തിൽ കയറിയിട്ട് അവിടെ കണ്ട പെണ്ണുങ്ങളുടെ തോളത്ത് കൈവച്ചിട്ട് ശരീരം ദാനം ചെയ്യൂ പെണ്ണെ എന്ന് ചോദിക്കുന്നു. കളി തരുമോ കരളെ എന്ന് ചോദിക്കുന്നു. ഈ പണിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ. പിന്നെ അതുകൂടാതെ സമ്മാനം കിട്ടി അടിമയെ വെച്ച് പൂശുന്നു, ഗോത്രം പിടിച്ചടക്കാൻ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പെണ്ണുങ്ങളെ പിടിച്ചിട്ട് കൊണ്ടുവന്ന് പൂശുന്നു. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല കോയ, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല കോയ. ഓക്കെ. അപ്പൊ കോയ ഒന്ന് സമാധാനിക്ക്. അപ്പൊ കോയ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മളെ ഇവിടെ കുഴിച്ചു മൂടാന്നൊക്കെ വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ മുഹമ്മദ് നബി എയറി കയറും. അതാണ് ഉണ്ടാവുക. എന്നാ ഞാൻ കഥ പറയട്ടെ. ആര് കൊളാമ്പിക്കോയാണോ? ആരാണ്? കൊളാമ്പിക്കോയല്ലേ? അതെ. ആരാ വിളിക്കുന്നത്? അത് പിന്നെ താമരശ്ശേരി വിളിക്കും. പേര്? പേര് മുഹമ്മദ്. മുഹമ്മദ് അഷ്റഫ്. പറയൂ. എന്തെല്ലാം എന്റെ പാടെന്ന് അറിയാൻ വേണ്ടി വിളിക്കാം. എന്ത് പാട്? എവിടുത്തെ പാട്? എനിക്ക് അല്ല, ഇക്കാലം വരെ ഇതിൽ നിന്നിട്ട് ആരെങ്കിലും നിന്റെ ഇതിലേക്ക് ചേർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാ ചോദിക്കുന്നത്. ഏതിലേക്ക്? നിന്റെ മതത്തിലേക്ക്. എന്റെ മതം? എനിക്കിപ്പോ മതം ഇല്ലല്ലോ. മതമില്ലാട്ടോ ഈ സംഖ്യല്ലേ? സംഖ്യ എന്ന് പറയുന്ന മതാണോ? പിന്നെന്താ? അത് ശരി. അപ്പൊ അതായത് ഇപ്പൊ നമ്മളിപ്പോ സ്റ്റാമ്പ് കളക്ഷൻ നടത്തുന്നില്ലേ, അതും ഒരു ഹോബിയാണെന്നാണ് അപ്പൊ നിങ്ങൾ പറയണത്? അല്ല, നീ സംഖ്യന്റെ ഇതിലാണ് കാണല്, അല്ലെ മുസ്ലിങ്ങളെ മാത്രം വിമർശിക്കുന്ന ഇതില്ല. അതിപ്പോ പേ പിടിച്ച മതം ഇസ്ലാം ആയതുകൊണ്ട് നമ്മൾ അതിനെ വിമർശിക്കും. അതിനിപ്പോ നിങ്ങൾക്ക് എന്താ? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്. എനിക്ക് പേ പിടിച്ചിക്ക. അതാ കൊളാമ്പിന്ന് പേരിടാൻ കാരണം. നമ്മളൊക്കെ തുപ്പ തൂറുക പാത്തയൊക്കെ ചെയ്യുന്ന സാധനമാണ് കൊളാമ്പി. കൊളാമ്പി കൂടെ അല്ലേ നിങ്ങൾ 5 നേരം ബാങ്ക് കൊടുക്കണേ? അപ്പൊ അത് സഹിച്ചോളാം. കൊളാമ്പിയാണ്. ആ കൊളാമ്പി ഈ കൊളാമ്പിയൊക്കെ ഒരേ കൊളാമ്പി തന്നെയാണ്. കോയ വിളിച്ച കാര്യം പറയാം. നിങ്ങൾക്ക് കോളാമ്പി കൂടെ ബാങ്ക് വിളിക്കാമെങ്കിൽ എനിക്ക് കോളാമ്പി കൂടെ വീഡിയോയും ചെയ്യാം. അതാ പറഞ്ഞേ നിങ്ങൾക്ക് കോളാമ്പി കൂടെ ബാങ്ക് വിളിച്ച ആളുകളുടെ ചെവി പൊട്ടിക്കാമെങ്കിൽ എനിക്ക് കോളാമ്പി കൂടെ വീഡിയോ ചെയ്യാനും പറ്റും. നിങ്ങൾ വിളിച്ച കാര്യം പറയും. പാട് പറഞ്ഞില്ലേ? ഇനി എന്താ പുതിയ പാട് വല്ലതും വേണോ? അതെ. ഇനി എന്താണ് അറിയണ്ടേ? അല്ല, അറിയേണ്ട എന്താണ് എനിക്ക്? എങ്ങനെയാണ് എന്റെ മതം വിടാൻ കാരണം? എന്താണ് മതം വിടാൻ കാരണം? ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വളരെ മോശമായ ഒരു ആശയമായതുകൊണ്ട്. ഇസ്ലാം മോശമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട്? ഇസ്ലാം ജനാധിപത്യ വിരുദ്ധമാണ്, ഇസ്ലാം മതേതരത്വ വിരുദ്ധമാണ്, ഇസ്ലാം മാനവിക വിരുദ്ധമാണ്, ഇസ്ലാം തീവ്രവാദത്തിന് പ്രോത്സാഹിപ്പിക്കുന്നു, ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ്. ഇനിയാണോ കാരണം? സ്ത്രീ വിരുദ്ധം, പിന്നെ മഞ്ഞ പുരുഷൻ നിന്നെ പോലത്തെ ഒരാൾ കാണുന്ന 5-6 പെണ്ണ്. ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ്, ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ്, ഇസ്ലാം അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. നിന്നെ പോലെ 4-5 ഭാര്യത്തെല്ലാം പറയുന്ന ഒരു കിതാബല്ലേ ഇസ്ലാം? അത് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യമാണോ? അതെ, അതെന്നാ ചോദിക്കുന്നത്. നിന്റെ ഭാര്യത്തെല്ലാം പറയുന്ന ആയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അത് ഇസ്ലാമല്ല. ഖുറാനിലുള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞേ. ഖുറാനിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഭാര്യ അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയന്നാൽ നിങ്ങൾക്ക് ഭാര്യ അടിക്കാം. അതിനോട് അത് സ്ത്രീ വിരുദ്ധമാണോ അല്ലേ? അത് സ്ത്രീ വിരുദ്ധമാണോ അല്ലേ? സ്ത്രീ വിരുദ്ധ ആണെങ്കിൽ ഇപ്പൊ ഇത് പറയോ? ആണെങ്കിലെന്നോ? അത് ശരി. അപ്പൊ സ്ത്രീയെ നിങ്ങൾക്ക് അടിക്കാം എന്ന് പറയുന്നു. അപ്പൊ ഇസ്ലാമിൽ അത് കിതാബിൽ ഖുറാനിൽ എഴുതി വെച്ച സാധനം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അത് പറയുന്നു അത് പ്രശ്നമില്ല എന്ന്. ഇതന്നെയാണ് ഇസ്ലാമിന്റെ കുഴപ്പം. ഇസ്ലാമിലെ തെണ്ടിത്തരങ്ങൾ നിങ്ങൾക്ക് വളരെ മാന്യമായ സാധനമായിട്ട് നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്നു. ഇതാണ് ഈ പേ പിടിച്ചാലുള്ള അവസ്ഥ. ഇത് പറ്റൂല. നിന്നെ പോലത്തെ 4 കെട്ടുന്ന നമ്മളിപ്പോ ഉള്ള കാര്യം പറഞ്ഞല്ലോ. 4 കെട്ടുന്നത് അവിടെ നിൽക്കട്ടെ. മുഹമ്മദ് നബി ഇവിടെ 10-40 പെണ്ണുങ്ങൾ പൂശി നടന്ന കഥയൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഈ ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കേണ്ടെങ്കിൽ നിങ്ങൾ പറയും, അല്ലെങ്കിൽ നിങ്ങൾ ഉദാഹരണം ചോദിക്കുമ്പോൾ അതിനെ കുറിച്ച് പറയാണ്ടെങ്കിൽ നിങ്ങൾ പറയും. അല്ലാതെ വെറുതെ ഇങ്ങനെ കാട് കയറല്ലേ. ഈ കാലം വരെ ഡിബേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തോരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പറഞ്ഞത് മുഴുവൻ ഉള്ളതല്ലേ. നിങ്ങൾ ഒരെണ്ണം, ഏതെങ്കിലും ഉസ്താദ് ഒരെണ്ണം നമ്മൾ പറഞ്ഞ നുണയാണെന്ന് കാണിച്ചത് നിങ്ങൾ ഒന്ന് കാണിച്ചു തന്നാൽ ഞാൻ ഈ പണി ഇവിടെ നിർത്തും, കലിമേൻ ചൊല്ലും. ഒന്നല്ല 100 കാണിച്ചത്. അന്ന കാണിച്ചത് ഒരെണ്ണം കാണിച്ചതാ. ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഉസ്താദുമാര് നമ്മളെ തിരുത്തിയതിന്റെ ഒരു ഉദാഹരണം കാണിച്ചാ ഞാൻ കലിമേൻ പൊട്ടന്റെ മുമ്പിൽ ശങ്കൂതണമാര് ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയത് വർഷം കുറയായി. തെറ്റഞ്ഞ് 4 കെട്ടിയ തെറ്റാണ് നമ്മൾ പറയുമല്ലോ. ഞാൻ ഇനിയും കെട്ടാൻ നിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. കെട്ടാനിപ്പോ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇനിയിപ്പോ അടിമയെ ഞാൻ വെച്ച് പൂശിന്ന് വരും. എനിക്ക് വേറൊരു രാജാവ് എനിക്ക് മാര്യത്തിൽ കിബിത്തിയാനെ സമ്മാനമായിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഞാൻ വാങ്ങിച്ച് പൂശും. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയും. ഏതെങ്കിലും ഉസ്താദ് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിച്ചതിന് ഒരു ഉദാഹരണം കാണിച്ചാ? തെറ്റാന്ന് പറയുന്നത് എന്താ കാരണം? ഞാൻ പറഞ്ഞ മുഴുവൻ ശരിയാണ്. അതുകൊണ്ട് തന്നെ
അനക്ക് ശരിയായി തോന്നുന്നു. എന്നാ നിങ്ങൾ കാണിക്കേ ഏതെങ്കിലും ഉസ്താദ് നമ്മൾ വെല്ലുവിളിച്ചിട്ട് അത് തെറ്റാണെന്ന് കാണിച്ചത് നിങ്ങൾ പറഞ്ഞ് കാണിക്കേ. നമ്മൾ തമ്മിൽ മതി എന്നാ ഉസ്താദ്. നിങ്ങൾ കാണിക്കേ. ഞാൻ പറഞ്ഞതിൽ തെറ്റേതാന്ന് പറ. ഞാൻ പറഞ്ഞതിൽ തെറ്റേതാന്ന് നിങ്ങൾ ഒരെണ്ണം പറ. ഒരു ഉദാഹരണം പറ. പറഞ്ഞത് കംപ്ലീറ്റ് തെറ്റാണ്. ഒന്ന് ഒരു ഉദാഹരണം പറയൂ. ഇനിയിപ്പോ പറയാ അറിയാം. ഇനിയിപ്പോ രാത്രിയാന്നാ പറയാ, അത് തെറ്റ് തന്നെയല്ലേ? നിങ്ങൾ ഒരു ഉദാഹരണം പറയും. ഞാൻ പറഞ്ഞതിന് ഉദാഹരണം പറയും. ഞാൻ അങ്ങനെ പകലും രാത്രിയാണെന്നും അങ്ങനെ ചന്ദ്രനെ പിളർത്തിയെന്നൊന്നും ഞാൻ പറയാറില്ല. അല്ല ചവിട്ടിയത് അണലിയാണില്ല. എനിക്ക് ഇഷ്ടം എന്താണെന്നറിയോ? അമേരിക്ക മറ്റേ ഇസ്രായേൽ ബോംബിട്ട് കൊന്നൊടുക്കിയാൽ ഇസ്രായേൽ നല്ല കാര്യം. ഇപ്പുറത്തേക്ക് ഒന്ന് ബോംബിട്ടിക്കാണെങ്കിൽ അത് മാപ്പിളരട്ടേ മറ്റേ ഇട്ടേന്ന് പറഞ്ഞ അതല്ല. അതിന് നിഷ്പക്ഷത കാണണം. എന്തിലാണ് നിഷ്പക്ഷത കാണേണ്ടത്? ഈ ഒക്ടോബർ 7 സംഭവിച്ച കാര്യത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? തെറ്റെന്ന് തന്നെ പറയും. എന്നാ പറയൂ. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ നരനായട്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അവര് തീവ്രവാദികളാണോ അല്ലേ ഹമാസ്? എനിക്ക് അതിനെപ്പറ്റി ചരിത്രം എന്തെങ്കിലും അറിയോ? എന്നാ പറയും. ഹമാസ് തീവ്രവാദമാണോ അന്ന് നടത്തിയത് അല്ലേ? നിങ്ങൾ പറയും. ഇസ്ലാമില് സെവൻത്തിലല്ല ഇസ്രായേൽ ഉണ്ടായത്. അന്ന് എന്നാ ഉണ്ടായെന്ന് പറയും. എന്നാ ഉണ്ടായത്? ഇസ്രായേൽ എന്നാ ഉണ്ടായെന്ന് പറ. ഇസ്രായേൽ എന്നാ ഉണ്ടായത് പറയും. ഇസ്രായേൽ എന്നാ ഉണ്ടായതെന്ന് പറ. 48 ഓ എന്താണ്? 1948 മുന്നേ ഇസ്രായേൽ ഇല്ലേ? ഇസ്രായേൽ ഉണ്ട്, അവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അത് പിന്നെ ഒരു രാജ്യം പ്രഖ്യാപിച്ചതെന്നാണ്. ശരി. അപ്പൊ അതിനു മുന്നേ പാലസ്തീൻ ഉണ്ടോ അവിടെ? ഇസ്രായേലിന് മുന്നേ അവിടെ പാലസ്തീൻ ഉണ്ടോ? പലസ്തീൻ പണ്ടേ ഉള്ളതാണ്. പണ്ടേ ഉള്ളത് ഇസ്രായേലാണ്. നിങ്ങൾ ഖുർആൻ എടുക്കുക. ഖുർആനിൽ ബനി ഇസ്രായേൽ എന്ന് പറയുന്നത് ആരാണ്? ബനി ഇസ്രായേൽ. ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞത് ആ ഒരു ചെറിയൊരു സ്ഥലത്തുള്ള കുറച്ച് ആൾക്കാർ മാത്രമല്ല മൊത്തം. എന്നാ പിന്നെ ബനി പലസ്തീൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തന്നാട്ടെ. നിങ്ങൾ ബനി പലസ്തീൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തന്നാട്ടെ. കാണൂല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പണ്ടേ ഉണ്ടായിരുന്നത് ഇസ്രായേൽ അല്ലേ? പണ്ടേ ഉണ്ടായിരുന്ന ഇസ്രായേൽ അല്ലേ? പണ്ടേ ഉണ്ടായിരുന്നപ്പോ ഇസ്രായേൽ അല്ലേ? എങ്ങനെയാ പണ്ടുണ്ടായി ഇസ്രായേൽ? പണ്ട് ഇന്ത്യ ഇല്ലേ ഇവിടെ? ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ അല്ലേ ഇവിടെ ഉള്ളത്? ഇന്ത്യ പണ്ടേ ഉണ്ടെന്നുണ്ട് നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ പണ്ടേ ഉണ്ടായിരുന്നത് ഇസ്രായേൽ നിങ്ങൾ സമ്മതിക്കണ്ടേ? പലസ്തീൻ തങ്ങി പറയാത്ത പണ്ടേ ഉള്ള പണ്ടേ പലസ്തീൻ ഇല്ലാത്തോണ്ട് ആരാത് പറഞ്ഞ എന്നോട്? പാലസ്തീൻ പേരിട്ടത് ആരാന്ന് പറയും. ഈ പാലസ്തീൻ പേരിട്ടത് ആരാ? പാലസ്തീൻ പേരിട്ടത് ആരാ? എന്റെ പേരിട്ട് ആരാന്ന് ചോദിച്ചിട്ടാണോ? ചിലപ്പോ അത് എനിക്ക് അത്ര ആർക്കും കിട്ടൂല. എനിക്ക് കിട്ടും. അത് റോമക്കാരാണ് പേരിട്ടത്. അത് പാലസ്തീൻ എന്നല്ല, ഫിലിസ്തീൻ എന്നാണ് പേര്. ഇസ്ലാമിൽ എവിടെയാണ് ഫിലിസ്തീൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുള്ളത്? ഒരു പേര് പറഞ്ഞതാണ് ഈ ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവരാരാണ്? ബനി ഇസ്രായേൽ ആരാണ്? ബനി ഇസ്രായേൽ ആരാന്ന് പറ. ബനി ഇസ്രായേൽ ആരാന്ന് പറ. ബനി ഇസ്രായേൽ ആരാണ്? ബനി ഇസ്രായേൽ ആരാ? അവിടുത്തെ ജനങ്ങൾ. അത് അവരാരാണ്? അവർ ഏത് വിശ്വാസികളായിരുന്നു? അന്നത്തെ കാലത്തുള്ള പിന്നെ യൂതന്മാരെന്ന് പറയാം. അതന്നെയല്ലേ നമ്മൾ പറയണത്. ജൂതന്മാരെന്ന് പറയാൻ പറ്റൂലേ? പിന്നെന്താ പറയാൻ പറ്റുക? എങ്ങനെ ജൂതന്മാരെന്ന് പറയാൻ പറ്റൂലെന്നോ? ജൂതന്മാര് എന്ന് പറയാൻ പറ്റുക അവിടുത്തെ ഇസ്രായേലികൾ. അതാരാണ് ഇസ്രായേലികൾ എന്ന് വിളിക്കുന്നത്? ആരാണ്? അപ്പൊ മുസ്ലിം വർഗം നിറക്കാണ് ആരാ? ഇവിടുത്തെ പണ്ട് ഇവിടെ ആദിവാസി എന്ന് അറിയുന്ന ആരാ? അത് അങ്ങനത്തെ ഒരു മതം ഉണ്ട് ഇവിടെ. ബനി ഇസ്രായേൽ എന്ന് പറയുമ്പോ ആരാന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. അതെന്താ നിങ്ങൾക്ക് പറയാൻ അത്ര ബുദ്ധിമുട്ട്? മടിയല്ല. നിങ്ങൾ പറയും ആരാ ബനി ഇസ്രായേൽ? അവരുടെ വിശ്വാസ പ്രകാരം അവരാരായിരുന്നു പറയും. അവര് വിശ്വാസ പ്രകാരം ആരായിരുന്നു പറയാ? അവരൊരു ഗോത്രക്കാരായിരുന്നു. അത് ഏത് ഗോത്രം? അവരുടെ വിശ്വാസം എന്താന്ന് പറയും. അവരെ വിശ്വാസം എങ്ങനെ? അവര് മുസാനബിനെ കൊണ്ട് വിശ്വസിച്ചവര് പറഞ്ഞു. അത് ഏതാണ്? അവരാരായിരുന്നു? അവര് ഇസ്രായേലികൾ. ഇസ്രായേലികളുടെ വിശ്വാസം എന്താണ്? അവരുടെ മതം ഏതാണ്? അവരുടെ കിതാബ് ഏതാണ്? അവരെ കിതാബ് ഏതാ? തോറാത്ത് ഫോളോ ചെയ്യുന്നവരെ എന്തെന്നാ വിളിക്കല്? തോറാത്ത് ഫോളോ ചെയ്യുന്നവരെ എന്തെന്നാ വിളിക്കല്? ജോയിസ് വിളിക്കും. എന്തെന്ന് വിളിക്കും? എന്തെന്ന് വിളിക്കും? ഇസ്രായേലികൾ. അവരുടെ ആ വിശ്വാസത്തിന്റെ പേര് കൂടി അങ്ങ് പറഞ്ഞോ. എന്ത് വിശ്വാസത്തിന്റെ പേര് പറയുന്നത്? ഞാൻ പറഞ്ഞില്ല, അറിയാലോ. പിന്നെ ഇങ്ങനെ അറിയില്ലെങ്കിൽ അത് പോയി പഠിച്ചിട്ട് വേണ്ടത് കിടന്നിട്ട് ഇതുപോലെ കിടന്ന് തള്ളാൻ. അതിനെ വിളിക്കുക ജൂതന്മാരെന്നാണ്. അവർ ജൂതന്മാരായിരുന്നു. അതുകൂടി അങ്ങ് പറഞ്ഞാൽ പോരെ, കഴിഞ്ഞില്ല കാര്യം. അപ്പൊ നിങ്ങൾക്ക് സൗകര്യമുള്ളത് അത്ര നിങ്ങൾ പഠിച്ചിട്ട് വരും, എന്നിട്ട് കടന്നിട്ട് വെളുപ്പിക്കും. അതിവിടെ എടുക്കില്ല കോയ. ആ പണി ഇവിടെ ചെലവാവില്ല കോയ. കോയ ഇതൊക്കെ പോയിട്ട് വല്ല മദ്രസയിലും പോയി പറഞ്ഞു പഠിപ്പിക്കും. ഇതൊക്കെ പോയിട്ട് വല്ല മദ്രസയിലും പോയി ചെലവാക്കുക. ഞാനിങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. അതാ പറഞ്ഞേ, നിങ്ങൾക്ക് ഇവിടെ ചെലവാക്കാൻ കഴിയില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞതിലെ നുണ, ഞാൻ പറഞ്ഞതിലെ തെറ്റ് ഒരെണ്ണം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സാധിച്ചോ? ഇല്ലല്ലോ. നിങ്ങൾ ഒരെണ്ണം പറയും. ഒരെണ്ണം പറയും. നിങ്ങൾ ഒരെണ്ണം പറയും. ഒരെണ്ണം പ്ലീസ്. നിങ്ങൾ ഒരെണ്ണം പറയും.
ഒരെണ്ണം പറഞ്ഞിട്ട് പോ കോയ. നീ 4 കെട്ട് നേരെ എന്റെ പൊന്ന് കോയ, ഞാൻ 4 കെട്ടിയത് എങ്ങനെയാണ്? ഞാൻ 4 കെട്ടിയത് ഒരു ഭാര്യയെ കെട്ടുന്നു, അത് ഒഴിവാക്കുന്നു, അടുത്തത് കെട്ടുന്നു. അത് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ മുഹമ്മദ് നബി ചെയ്ത മാതിരി ഇതേപോലെ 4 എണ്ണത്തിനെ കൊണ്ട് നടക്കുന്നു, 11 എണ്ണത്തിനെ കൊണ്ട് നടക്കുന്നു, പിന്നെ വെപ്പാട്ടികളെ കൊണ്ട് നടക്കുന്നു, പിന്നെ ശരീരം ദാനം ചെയ്തവരെ കൊണ്ട് നടക്കണം. അതും പോരാതെ അവിടെ തോട്ടത്തിൽ കയറിയിട്ട് അവിടെ കണ്ട പെണ്ണുങ്ങളുടെ തോളത്ത് കൈവച്ചിട്ട് ശരീരം ദാനം ചെയ്യൂ പെണ്ണെ എന്ന് ചോദിക്കുന്നു. കളി തരുമോ കരളെ എന്ന് ചോദിക്കുന്നു. ഈ പണിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ. പിന്നെ അതുകൂടാതെ സമ്മാനം കിട്ടി അടിമയെ വെച്ച് പൂശുന്നു, ഗോത്രം പിടിച്ചടക്കാൻ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പെണ്ണുങ്ങളെ പിടിച്ചിട്ട് കൊണ്ടുവന്ന് പൂശുന്നു. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല കോയ, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല കോയ. ഓക്കെ. അപ്പൊ കോയ ഒന്ന് സമാധാനിക്ക്. അപ്പൊ കോയ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മളെ ഇവിടെ കുഴിച്ചു മൂടാന്നൊക്കെ വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ മുഹമ്മദ് നബി എയറി കയറും. അതാണ് ഉണ്ടാവുക. നിങ്ങൾ പറയൂ, നിങ്ങൾ ഇസ്ലാം പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇസ്ലാം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചതിനെക്കാളും കൂടുതൽ പഠിച്ചിട്ടുണ്ട്. എന്നാ പറയും, ഏത് ആയത്തിലാണ് സ്ത്രീയെ തല്ലാൻ പറയുന്നത്? എങ്ങനെ? ഏത് ഖുറാനിലെ ഏത് ആയത്തിലാണ് സ്ത്രീയെ തല്ലാം എന്ന് പറയുന്നത്, ഭാര്യയെ തല്ലാം എന്ന് പറയുന്നത് ഏത് ആയത്തിലാണ്? ഭാര്യയെ തല്ലാന്നോ? അത് അനക്കുള്ള പ്രശ്നം. ഏതായത്തിലാന്ന് പറയും, പറയുന്നില്ല. ഏതായത്തിലാന്ന് പറയും. ഭാര്യയെ തല്ലാം, മറ്റേ തല്ലാന്നല്ല. ഭാര്യ അനുസരണക്കേട് കാണിച്ചാൽ നിങ്ങൾക്ക് അവളെ തല്ലാം എന്ന് പഠിപ്പിക്കുന്ന ആയത്ത് ഖുറാനിലെ ഏത് ആയത്താണ്, ഏത് സൂറത്തിലാണ്? കാണിച്ചിട്ടാണെങ്കിൽ ഈ അനുസരണക്കേട് കാണിച്ചിട്ടാണെങ്കിൽ അന്നയും തല്ലാം. അപ്പൊ തല്ലാമെന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചോ? ഖുർആന്റെ മാത്രമല്ല, ഇവിടുത്തെ പോളിസി തന്നെയാണ്. ഇവിടുത്തെ പോളിസി ഒന്നല്ല. ഇവിടെ തല്ലിയ ജയിലിൽ കിടക്കും. കോയ ആണെങ്കിൽ ഏത് പോപ്പുലർ പ്രവാചകനാണെങ്കിലും ജയിലിൽ കിടക്കും. ഡൊമസ്റ്റിക് വയലൻസ് ആണത്. അത് ഡൊമസ്റ്റിക് വയലൻസ് ആണ്. ഭാര്യയെ തല്ലാനുള്ള അനുവാദം ഒന്നും ഇവിടെ ഇല്ല. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. അപ്പൊ കോയ പറയും, ഈ ഖുറാനിൽ ഏതായത്തിലാണ് ഇത് പറയുന്നത്? പറയൂ. ഭാര്യയെ തല്ലാം എന്ന അനുവാദം കൊടുക്കുന്ന ആയത്ത് ഖുർആനിൽ ഏതാണ്? പറയൂ. നോക്കണ്ട, നീ അല്ലാത്ത പറഞ്ഞോ. നിങ്ങൾ ഖുറാനിലെ കാര്യം പറയും. ഞാൻ ഖുറാനിലെ കാര്യം പറയുമ്പോൾ അത് തെറ്റാണെന്നല്ലേ നിങ്ങൾ പറയണേ? നിങ്ങൾ പറയും. നിങ്ങൾ പഠിച്ച ആളല്ലേ? നിങ്ങൾ പഠിച്ച ആളല്ലേ? ഞാൻ പറയാൻ ഒരു ആയത്തും കൂടി പറയാൻ എനിക്കറിയില്ല. അയ്യേ, അത് ശരി. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് എന്നെക്കാളും കൂടുതൽ പഠിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് പ്ലേറ്റ് അങ്ങ് മാറ്റുകയാണോ കോയ? അത് മോശമല്ലേ കോയ? അയ്യേ അയ്യയ്യേ അയ്യേ അയ്യയ്യേ അയ്യേ, മോശം 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 എന്ന് പറഞ്ഞ മോശം മോശം മോശം. അയ്യയ്യേ അയ്യയ്യേ, നാണക്കേട് നാണക്കേട്. ഇസ്ലാമിനെ രക്ഷിക്കാൻ വന്നിട്ട് ഇതേപോലെ ഇസ്ലാമിനെ കുഴിച്ചു മൂടുന്ന അവസ്ഥ. അത് ഇത്ര കഷ്ടായി പോയിട്ടോ. എത്ര വിഷമം ഉണ്ടാവൂലേ? ഖുറാനിലെ ഏതായത്താന്ന് പറയൂ. ഭാര്യയെ തല്ലാം എന്ന് സമ്മതിക്കുന്ന ഖുറാനിലെ ആയത്ത് ഏതാന്ന് പറയൂ. ഭാര്യയെ തല്ലാം എന്ന് പറയുന്ന ഖുറാനിലെ ആയത്ത് ഏതാന്ന് പറയൂ. മനസ്സിലാവുന്ന ഒരു ആയത്ത് എനിക്ക് അറിയൂന്നില്ല. എനിക്ക് അറിയില്ല. നിങ്ങൾ പറയൂ. നിങ്ങൾ പഠിച്ച ആളല്ലേ? നിങ്ങൾ ഇസ്ലാം പഠിച്ച ആളല്ലേ? പറയൂ. ഞാൻ പഠിക്കാൻ തയ്യാറാണ്. ഞാൻ നിങ്ങളെ ശിഷ്യനാകാൻ തയ്യാറാണ്. നിങ്ങൾ പറഞ്ഞു തരൂ. നിങ്ങൾ എന്റെ ഉസ്താദ് ആകുമോ? പ്ലീസ്. വെളിച്ചെണ്ണ കുപ്പിയായിട്ട് ഞാൻ വരാം. ഞാൻ വെളിച്ചെണ്ണ കുപ്പിയായിട്ട് വരാം. നിങ്ങൾ എന്റെ ഉസ്താദ് ആകുമോ? എന്നെ കൊണ്ട് പോകുന്ന തോന്നുന്നു. ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് നേരത്തെ എന്നാ ഉസ്താദ് ഒന്ന് പറഞ്ഞു ഏതാണ് ആയത്ത്? ഭാര്യയെ തല്ലാമെന്ന് സംബന്ധിച്ച ആയത്ത് ഏതാന്ന്? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ആയത്ത് മനസ്സിലാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ആയത്ത് പറഞ്ഞിട്ടാണെങ്കിൽ മനസ്സിലാകുന്ന ആളല്ലെങ്കിൽ അതുകൊണ്ട് എന്നോട് ആയിക്കോട്ടെ. എന്നാ എനിക്കൊന്ന് പഠിപ്പിച്ചതാ, ഒന്ന് മനസ്സിലാക്കിത്താ. ഞാൻ പറഞ്ഞില്ല, അതിന് വേറെ നമ്മൾ സ്കൂളൊക്കെ ഇഷ്ടംപോലെ. ഇനിയിപ്പോ അതിന് ഞാൻ വേറെ സ്കൂളിൽ പോകണം. അത് കൊള്ളാലോ. റെഡി ആയിട്ട് വാ. നമ്മൾ നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങൾ അനുസരണക്കേട് നിങ്ങൾ ഭയന്നാൽ ആദ്യം അവരെ ഉപദേശിക്കുക. എന്നിട്ട് ശരിയായില്ലെങ്കിൽ അവരെ കിടപ്പറയെന്ന് വിട്ടു നിൽക്കുക. എന്നിട്ടും ശരിയായില്ലെങ്കിൽ പൊതുവെ തല്ലുക. ഇതെല്ലാം എഴുതി പിടിപ്പിച്ചിരിക്കണേ. ഏതെങ്കിലും നിരീശ്വരവാദി വായിച്ചിട്ട് അത് അങ്ങനെ ഇത് നിരീശ്വരവാദി. അത് ശരി. അപ്പൊ അള്ളാഹുക്ക് ഇപ്പൊ നിരീശ്വരവാദിയായോ? മുഹമ്മദ് നബി നിരീശ്വരവാദിയാണോ? തഫ്സീർ എഴുതിയ ആളുകളൊക്കെ നിരീശ്വരവാദിയാണോ? സഹിഹായ ഹദീസ് എഴുതിയ ബുഖാരി മുസ്ലിം ഒക്കെ നിരീശ്വരവാദി? അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അത് ഞാൻ അറിഞ്ഞില്ല. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. ലോകത്തിലെ ജനങ്ങളൊക്കെ നോക്ക്. ഒരു ദിവസം അമേരിക്കയിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങോട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരിക എന്നല്ലാണ്ട് എന്റെ മാത്രത്തിൽ ആരും പോണില്ല. ഇഷ്ടം പോലെ ആളുകൾ പോകുന്നു. അവിടെ മിഡിൽ ഈസ്റ്റിൽ നിങ്ങൾ നോക്കൂ. അവിടെ ഇറാനില്, അതുപോലെ കുവൈത്തില്, അതുപോലെ മറ്റു പല രാജ്യങ്ങളിൽ നിങ്ങൾ എടുത്തു നോക്കൂ. അവിടെ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. പള്ളികൾ പൂട്ടി. അത് അറിഞ്ഞോ? ഇറാനിൽ മാത്രം 50,000 പള്ളികളാണ് പൂട്ടിയത്, നിസ്കരിക്കാൻ ആളില്ലാണ്ട്. നിങ്ങൾ അറിഞ്ഞോ കോയ? ഇറാനിൽ 50,000 പള്ളി പൂട്ടിയ കഥ നിങ്ങൾ അറിഞ്ഞോ? ശരി, അറിഞ്ഞിരിക്കുന്നു ഞാൻ. എങ്ങനെയാ പൂട്ടിയതെന്ന് പറ. അത് മുസ്ലിം പള്ളിയല്ല, അത് ശരി. അങ്ങനെ പറഞ്ഞാൽ മതി. മുസ്ലിം പള്ളി പൂട്ടി. അവിടുത്തെ ഉസ്താദ് വന്നിരുന്ന് നിലവിളിയായിരുന്നു ടിവിയില്. നിങ്ങളത് കാണൂല.
നിങ്ങളത് കാണൂല. അപ്പൊ അമേരിക്കയിൽ വളരുന്നത് മാത്രം നിങ്ങൾ കാണൂ. അമേരിക്കയിൽ തന്നെ വളരുന്നത് എങ്ങനെയാണ്? ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ഒരു 7 വർഷം 10 വർഷം കഴിയുമ്പോൾ വന്ന ആളുകൾ മുഴുവൻ തിരിച്ചു പോകുന്നു എന്നുള്ള കണക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോയ? അതുണ്ടാവും. സ്വാഭാവികം. അപ്പൊ ഇനി നിങ്ങൾ പറയും 23% ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു, 24% ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അവിടെ എവിടെയാണ് ഇസ്ലാം വളരുന്നത്? ഒന്ന് പറയും. ഇസ്ലാം വളരെയല്ല ചെയ്യുന്നത്, പെരുകയാണ് ചെയ്യുന്നത്. പെറ്റുകൂട്ടുന്ന മതമാണ് ഇസ്ലാം. പെറ്റുകൂട്ടുന്ന മതമാണ് ഇസ്ലാം. നിങ്ങൾക്ക് നാണുണ്ടോ അതൊക്കെ വെച്ചിട്ട് ഇതേപോലെ കിടന്ന് തള്ളിമറിക്കാൻ? ലോകശക്തികൾ വീണ്ടിട്ടിട്ട് പലസ്തീനിൽ ഇന്നേ വരെ ചുക്കം ചെയ്യാൻ കഴിഞ്ഞില്ല. ഒന്നും കഴിഞ്ഞില്ല. യഹിയ സിൻവറൊക്കെ ഇപ്പൊ അവിടെ ഹൂറികളോടൊപ്പം തത്തി കളിക്കുന്നത് പിന്നെ വെറുതെ പറന്നു പോയതായിരിക്കും അല്ലേ? അല്ലേ? ബിൽഡിംഗ് ഒക്കെ തകർത്തിട്ട് അവിടെ നിലം പരിസാക്കി അതൊക്കെ നടക്കും. എന്തിനപ്പോ അതിന്റെ ആവശ്യം? അങ്ങനെ വെറുതെ അവിടെ മനുഷ്യന്മാര് സമാധാനമായിട്ട് ജീവിക്കേണ്ട അതങ്ങനെ ജീവിച്ചാ പോരെ? എന്തിനാണ് അതിന് വേണ്ടിയിട്ട് ഈ തീവ്രവാദ പ്രവർത്തനത്തിന് പോയത്? നിങ്ങൾക്ക് ഒക്ടോബർ 7 നടന്ന സാധനം ഒരു തീവ്രവാദമാണെന്ന് പോലും പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ലല്ലോ. 10-40 പിള്ളേരെ വരെ തല്ലിക്കൊന്ന് തീയിട്ട് കൊന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് മിണ്ടാൻ സാധിക്കില്ലല്ലോ. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണമാകും എന്ന് പറയുന്നതിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പാണ്. ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണമാകും. ഏകദേശം ആയില്ലേ? ആയി. അപ്പൊ ലോകം മുഴുവൻ ജനാധിപത്യമൊക്കെ മാറ്റി നമുക്ക് ഇവിടെ ശരിയാ ഭരണം കൊണ്ടുവരണം എന്നാണോ നിങ്ങളുടെ ലക്ഷ്യം? പറഞ്ഞ സാധനം അതാ പറഞ്ഞേ, ലോകം മുഴുവൻ ജനാധിപത്യമൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ശരിയാ ഭരണം കൊണ്ടുവരണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? എങ്ങനെ? ലോകം മുഴുവൻ ശരിയാ ഭരണം കൊണ്ടുവരണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? ഭരണോ? ശരിയാ മോശം ശരിയാ ഭരണം കൊണ്ടുവരണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അത് പറയൂ. വ്യഭിചരിക്കാൻ പറ്റൂല അങ്ങനത്തെ കുറെ. ശരിയാ ഭരണത്തിൽ ജനാധിപത്യം ഉണ്ടോ? എനിക്കറിയാം. ശരിയാ ഭരണത്തിൽ ജനാധിപത്യം ഉണ്ടോ? ശരിയാ ഭരണത്തിൽ ജനാധിപത്യം ഉണ്ടോ? ഇതിനെന്ത് ഭരണം? ശരിയാ ഭരണത്തിൽ ജനാധിപത്യം ഉണ്ടോ? കള്ളു കുടിച്ചാല് അല്ല തലവെട്ടി കള്ളു കുടിക്കണല്ലോ ജനാധിപത്യം. ശരിയാ ഭരണത്തിൽ മതേതരത്വം ഉണ്ടോ? ശരിയാ ഭരണത്തിൽ ജനാധിപത്യം ഉണ്ടോ? ഉണ്ടാവൂല. അപ്പൊ ഇത് തന്നെയാണ് ഈ പ്രശ്നം. അപ്പൊ നിങ്ങളെ പോലെയുള്ള സാധാരണ വിശ്വാസികൾ ഇതേപോലെ പൊട്ടിത്തെറിക്കാൻ വേണ്ടി നടക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ പോലെയുള്ള ആളുകളാണ് ഈ ഇസ്ലാമിനെ പേ പിടിച്ച മതമാണ് എന്ന ചിത്രം കൊടുക്കുന്നത്. അപ്പൊ കോയ ചെല്ല്, ഇത് അസർ ബാങ്ക് കൊടുക്കാണ്ട നേരമായി, പോയി അസർ ബാങ്ക് കൊടുക്കുമ്പോ പോയി നിസ്കരിക്കൂ. ഓക്കെ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ. Wow.